സാമ്പത്തിക വിദഗ്ധയായ ശ്രീമതി മേരി ജോർജ് നമ്മോടൊപ്പം ചേരുന്നു. ശ്രീമതി മേരി ജോർജ്, സംസ്ഥാനം ഇന്നുവരെ കാണാത്ത ധനപ്രതിസന്ധിയിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ ഈ കടമെടുപ്പ് പരിധി ഉത്തരവിൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത്. കേന്ദ്രവാദങ്ങൾ കോടതി അംഗീകരിച്ച പശ്ചാത്തലത്തിൽ ഇനിയൊരു കടമെടുപ്പ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കിട്ടാക്കനിയാണ്. ഇനി വരും മാസങ്ങളിൽ സർക്കാർ ജീവനക്കാർക്കടക്കം ശമ്പളം നൽകുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ധനവകുപ്പിന് കടുത്ത പ്രതിസന്ധി നേരിടേണ്ടി വരികയാണ്. താങ്കളുടെ പ്രതികരണം? അതായത് കടുത്ത പ്രതിസന്ധി വരും മാസങ്ങളിൽ നേരിടും എന്ന് നമുക്ക് പറയാൻ ഉറപ്പിക്കാറായിട്ടില്ല. കാരണം ഇതിപ്പോ ഈ പുതിയ ധനവർഷം ഇന്ന് 3-ാം തീയതി ആയിട്ടല്ലേ ഉള്ളൂ. അപ്പോ ഈ വർഷം തന്നെ ഇനി 144 ദിവസം സംസ്ഥാന സർക്കാരിന് ഓവർ ഡ്രാഫ്റ്റിലേക്ക് പോകാം. എന്ന് വെച്ചാൽ ഒറ്റയടിക്കല്ല, ഒരു ക്വാർട്ടറിൽ, അതായത് ഒരു 3 മാസ പീരിയഡില് 36 ദിവസം ഓവർ ഡ്രാഫ്റ്റിലേക്ക് പോകാം. അതുപോലെ തന്നെ വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസ് എടുക്കാം. തീർന്നില്ല. ഇപ്പൊ പുതിയ വർഷമായത് കാരണം നിയമം അനുസരിച്ച് നമ്മുടെ ജി എസ് ഡി പി എന്ന് പറയുന്നത് 13,47,000 സംതിങ് ആണ്, കോടിയാണ്. അപ്പൊ ആ 13 ലക്ഷം കോടിയിലധികമുള്ള GSDP-യുടെ 3% നമുക്ക് എലിജിബിൾ ആയിട്ടും വായ്പ എടുക്കാം. ഇനി അതിൽ എന്തെങ്കിലും തരത്തിലുള്ള വെട്ടിക്കുറവ് കേന്ദ്രം വരുത്തിയില്ലെങ്കിൽ, അപ്പം ഈ പഴുതുകളെല്ലാം ഇപ്പോൾ ഇയർ ആരംഭത്തിൽ കിടക്കുന്നു. പക്ഷേ 1-ാം തീയതി ശമ്പളം കൊടുക്കാൻ പറ്റിയില്ല, പെൻഷൻ കൊടുക്കാനും പറ്റിയില്ല. കാരണം തത്സമയം കയ്യിൽ ഫണ്ടില്ലായിരുന്നു. അതായത് നമുക്കറിയാം, ഇലക്ട്രിസിറ്റി ബോർഡിന്റെ തന്നെ പരിഷ്കരണത്തിന് വേണ്ടി കിട്ടേണ്ടിയിരുന്ന 4,866 കോടി കേന്ദ്രം അനുവദിച്ചെങ്കിലും അതിന്റെ കടമെടുക്കുന്നതിന് ഇന്നലെയായിരുന്നു കടമെടുക്കാവുന്ന ദിവസം. ഇന്നലെ പറ്റിയില്ല. അപ്പൊ ഇനി അടുത്ത ചൊവ്വാഴ്ചയായിരിക്കും ആ കടം എടുക്കുന്നത്. അപ്പം ഇങ്ങനെ പുതിയ ഓവർ ഡ്രാഫ്റ്റ് എടുക്കല്, വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസസ്, കടം, ഇതൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഒരു പാഠം ഉൾക്കൊണ്ട് മുന്നേറാൻ സംസ്ഥാനം ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വർഷത്തെ വരുമാന സമാഹരണം കുറച്ചും കൂടി മെച്ചപ്പെടുത്താൻ പറ്റും. കാരണം നമ്മുടെ വരുമാന സമാഹരണത്തിലാണ് വലിയ പാകപ്പിഴകൾ ഉള്ളത്. അതോടൊപ്പം തന്നെ ധൂർത്ത്, അനാവശ്യ ചെലവുകൾ, ഇതൊക്കെയും ഒരു വശത്ത്. അപ്പൊ ഈ വരുമാന സമാഹരണത്തിലെ പഴുതുകൾ അടച്ച് കാര്യക്ഷമമാക്കുകയാണെങ്കിൽ വലിയ ഉയർച്ച നമ്മുടെ വരുമാന സമാഹരണത്തിൽ വർധനവ് ഉണ്ടാകാം. അങ്ങനെ വർധനവ് ഉണ്ടാകുന്ന പക്ഷം സംസ്ഥാനത്തിന് ഈ പ്രതിസന്ധി സാവകാശം കുറേശ്ശെ പെട്ടെന്ന് മറികടക്കാൻ ഒക്കില്ല. അത്ര വലിയ ആഴത്തിലുള്ള പ്രതിസന്ധിയിലാണ് സംസ്ഥാനം എത്തിച്ചേർന്നിരിക്കുന്നത്. ഇപ്പൊ ഇന്നലെ സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോൾ ഉരുണ്ട് കളിച്ച് കേരളത്തിന്റെ ഭാഗത്താണ് സുപ്രീം കോടതി എന്നൊക്കെ പറഞ്ഞു. ഒരു പക്ഷേ സുപ്രീം കോടതി കുറച്ച് അനുഭാവപൂർണമായിട്ട്, അതായത് സംസ്ഥാനത്തിന് കൂടുതൽ കടം കൊടുത്തോളൂ എന്ന് പറയുകയില്ല. അത് സംസ്ഥാനങ്ങളെ മൊത്തമായും കടക്കണിയിലേക്ക് വിടുമെന്ന് കേന്ദ്രത്തിന് അറിയാം. അപ്പൊ ഇവിടുത്തെ കെടുകാര്യസ്ഥത കേന്ദ്രം ചൂണ്ടിക്കാണിച്ചത് സംസ്ഥാനത്തിന്റെ കെടുകാര്യസ്ഥത, അതായത് ഫിസ്ക്കൽ മാനേജ്മെന്റിലെ കെടുകാര്യസ്ഥതയാണ് ഈ പ്രതിസന്ധിക്ക് ഒരു പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് പരിധി വിട്ട് കടമെടുക്കാൻ അനുവദിച്ചാൽ അത് ശരിയാവില്ല. ആ വാദം സുപ്രീം കോടതി അംഗീകരിച്ചത് കൊണ്ടാണ് ഈ കഴിഞ്ഞ ധനവർഷത്തേക്ക് വേണ്ടി കടമെടുക്കാൻ കൂടുതലായിട്ട് അനുവദിക്കാതിരുന്നത്. അപ്പൊ അതുകൊണ്ട് ആ പ്രതിസന്ധി തൽക്കാലം തുടരുകയാണ്. പക്ഷെ ഇതൊരു പുതിയ വർഷത്തിന്റെ ആരംഭമാണ്. അതുകൊണ്ട് ഞാൻ തുറന്നു കാണിച്ചതാണ് എന്തൊക്കെ മാർഗങ്ങൾ സംസ്ഥാനത്തിന്റെ മുൻപിലുണ്ട്. ഈ പ്രതിസന്ധിയെ അതായത് യുക്തിസഹമായും കാര്യക്ഷമമായും നേരിടാം എന്ന് വച്ചാൽ സംസ്ഥാനത്തിന് പതുക്കെ ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാം. അത് മാത്രവുമല്ല, ഒരു രാജ്യത്തിന്റെ, ഒരു സംസ്ഥാനത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് കടം വാങ്ങിയാകണം എന്ന പിടിവാശി സംസ്ഥാന ഗവൺമെന്റ് അനുഭവത്തിൽ നിന്ന് പഠിച്ച് അത് മാറ്റണം. ആ തീരുമാനം മാറ്റണം. എത്രയും കുറച്ച് കടം കൊണ്ടുകൊണ്ട് സംസ്ഥാനത്തിനകത്തു നിന്നുള്ള വരുമാന സമാഹരണം ശക്തമാക്കി ആ വരുമാന സമാഹരണത്തിലൂടെ വികസനത്തിലേക്ക് കുതിക്കുക. അതായിരിക്കണം സംസ്ഥാനത്തിന്റെ ലക്ഷ്യം. അതെ, വളരെ നന്ദി ശ്രീമതി മേരി ജോർജ് പ്രതികരിച്ചതിന്.